എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ കുക്കിംഗ് തുടങ്ങുകയാണ്. ആദ്യം തന്നെ തലേദിവസം തിളപ്പിച്ച് വെച്ച പാലിൻ്റെ പാടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കോരി മാറ്റി ഒരു ബോക്സിനകത്താക്കി ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ. നെയ്യൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാനായിട്ടാണ്. പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. കിച്ചണൊക്കെ തലേദിവസം തന്നെ നല്ല ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്, രാവിലെ ജോലി ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇന്ന് ക്യാരറ്റ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള നെയ്യൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി പുട്ടുപൊടി നനച്ചെടുക്കുകയാണ്. പുട്ടുപൊടിയിലേക്ക് ഒരു അര സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, ഒരു അര സ്പൂൺ പഞ്ചസാര, അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, അരമുറി തേങ്ങ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ പശുവിൻ പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പശുവിൻ പാലോ തേങ്ങാപ്പാലോ വെറും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തൊരു 10-20 മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് പുട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 20 മിനിറ്റും കൊണ്ട് ഞാൻ അടുക്കളത്തോട്ടത്തിലൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ടൊരു ശംഖുപുഷ്പത്തിൻ്റെ ടീ കുടിക്കുന്നുണ്ട്. ശംഖുപുഷ്പം 2 ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇട്ട് കൊടുത്തത്. അപ്പം ശംഖുപുഷ്പം ഇവിടെ തന്നെ ഉള്ളതാണ്, നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതൊന്നുമല്ല. ഒരു ഗ്ലാസ് ടീ ആണ് എടുത്തേക്കുന്നത്. 2-3 ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചാമ്പങ്ങയൊക്കെ ഏകദേശം ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പൂത്ത് നിന്നതാണല്ലോ ഇട്ടത്, അപ്പോൾ ഇത്രത്തോളം വലുതായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഹൈബ്രിഡ് ചാമ്പ്യനാണ് കേട്ടോ, തായ്വാൻ ചാമ്പ്യയിലെ അതാണ്. നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറിയിട്ട് മധുരം കുറച്ച് കുറവായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നല്ല റെഡ് കളറാവും, കഴിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ച് നട്ടിട്ടുണ്ടായിരുന്ന പേരയാണ്. ഏകദേശം 1-ാം മാസം തൊട്ട് ഇത് കായ്ച്ചു തുടങ്ങും കേട്ടോ. സ്ഥലം കുറവുള്ളവർക്കൊക്കെ നടാനായിട്ട് നല്ലതാണ്. ബക്കറ്റിനകത്തും ഗ്രോ ബാഗിനകത്തൊക്കെ കായ്ച്ചു കിട്ടുന്ന പേരയാണത്. തായ്വാൻ പിങ്കാണ് കേട്ടോ അതിൻ്റെ പേര്. പിന്നെ ഇത് ഒരു സീസൺ മുളകാണ്, നന്നായിട്ട് കായ്ക്കും, നിറച്ചും കായ്ക്കുന്നതാണ്. ഇതൊരു ചുവട നട്ടിട്ടുള്ളൂ, പക്ഷേ അത്യാവശ്യത്തിൽ കൂടുതൽ മുളക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇതേപോലെ കായ്ച്ചു കിട്ടും. പ്രത്യേകിച്ച് വളമൊന്നും ചേർത്തിട്ടില്ല, ചാണകപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ചേർത്തേക്കുന്നത്. ഇത് പിന്നെ കാലാപ്പാടി മാവാണ്. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗിനകത്ത് നിന്നിട്ടുണ്ടായിരുന്ന ചിക്കുവാണ്, അത് നിലത്തോട്ട് നട്ടു കേട്ടോ. ഗ്രോ ബാഗിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് നന്നായിട്ട് കായ്ച്ചുകൊണ്ടിരുന്നതാണ്. നിലത്തോട്ട് നട്ടപ്പം അതൊന്ന് വളരാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കാ കുറവാണ്. പിന്നെ ഇത് ബ്ലാക്ക് വഴുതന, പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. ഈ ഒരു മാസമാണ് ഡ്രാഗണൊക്കെ പൂത്ത് തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് വന്നിട്ട് കുറച്ച് പയറുണ്ട്, കറി വെക്കാനായിട്ട് പറിക്കുകയാണ്. വള്ളിപ്പയറില്ലേ, അതാണ് കേട്ടോ. ഞാൻ നടുന്ന വീഡിയോ ഒക്കെ കാണിച്ചിരുന്നല്ലോ, അത് പൂത്ത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചെടുക്കുകയാണ്. ഈ ഒരു പയറിന് പ്രത്യേകിച്ച് കീടബാധയൊന്നുമില്ല, കാരണം ഇത് അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയപ്പോൾ തന്നെ ഇതിനകത്ത് ഞാൻ ഉറുമ്പിൻ്റെ ഒരു കൂട് കൊണ്ട് വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ മുഞ്ഞ തുടങ്ങിയ രോഗബാധയൊന്നും ഇതിനില്ല കേട്ടോ. നീറുറുമ്പില്ലേ, അതിൻ്റെ കൂട് കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ പയർ നല്ല രീതിയിൽ പുഴുശല്യമോ കേടോ ഒക്കെ ഇല്ലാണ്ട് ഇതേപോലെ നമുക്ക് വളർന്ന് കിട്ടും. പിന്നെ ഇത് ഒരു ലോങ് വഴുതനങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഞാനൊരു ഒരു ടൈപ്പ് വഴുതന നട്ടു വെച്ചിരിക്കുന്നത്. ബാക്കി വെള്ള, പച്ച അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഉറുമ്പിൻ്റെ കൂട് നമ്മൾ ഇടയ്ക്ക് പയറിൻ്റെ ചെടി കൊണ്ട് വെക്കുകയാണെങ്കിൽ പയർ നല്ല രീതിയിൽ തന്നെ കായ്ച്ചു കിട്ടുവേ. ഇനി ഒരു റെഡ് ലേഡി ഉണ്ടായിരുന്നു, അത് പഴുത്ത് പാകമായി നിൽപ്പുണ്ട്. അപ്പം മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ, പപ്പായ, ആ ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അത് നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടി ഇരുന്നാൽ കുറച്ചും കൂടി പഴുക്കും, അപ്പോഴാണ് കഴിക്കാനായിട്ട് നല്ലത്. അതും പറിച്ചെടുത്തു. പിന്നെ മുളകുകളുണ്ടായിരുന്നു, ഈ ഒരു ടൈപ്പ് മുളകുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് മുളകാണ് നന്നായിട്ട് ഉണ്ടാകുന്നത്. അതിൽ കുറച്ച് പഴുത്തതുണ്ടായിരുന്നു, അപ്പോൾ അത് ഉണക്കി വെക്കാനായിട്ട് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ വിത്തായിട്ടും എടുക്കുന്നത്. ബാക്കിയുള്ളത് ഇങ്ങനെ ഉണക്കിയിട്ട് നമ്മൾ കറികൾക്കൊക്കെ വറ്റൽ മുളകായിട്ട് ഉപയോഗിക്കും, അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ നമ്മുടെ എന്നും അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച വെറൈറ്റി വഴുതനയുടെ വേറൊരെണ്ണം കായ്ച്ചു നിൽക്കുന്നതാണ്. പിന്നെ ഇത് വെറൈറ്റി ആയിട്ടുള്ള വേറൊരു പച്ചമുളകാണ്, വയലറ്റ് നിറത്തിലുള്ളത്. അതും നല്ല രീതിയിൽ കായ്ച്ചു കിട്ടും. പിന്നെ ഇത് ബോൾ ടൈപ്പ് വഴുതനയാണ്, അതും അത്യാവശ്യത്തിന് കായ്ച്ചിട്ടുണ്ട്. പിന്നെ പാവലൊക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇതുകൂടാതെ ചോളം, പിന്നെ കോവൽ, കപ്പ, ചേന, ചേമ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോയിലും കാണിക്കാം കേട്ടോ. അതിനുശേഷം വന്നിട്ട് നമ്മുടെ സിറ്റ് ഔട്ട് പതിവ് പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. സ്കൂൾ അടച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സമയം പോയിട്ട് ജോലികൾ തീർക്കുന്നത്. സ്കൂൾ ഓപ്പൺ ആണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റ് അടുക്കള ജോലിയൊക്കെ പെട്ടെന്ന് അങ്ങ് തീരുവേ. ഇപ്പോൾ പ്രത്യേകിച്ച് അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത്. അപ്പം പുട്ടുപൊടി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, അത് വേവിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് ഈ ഒരു പുട്ടുണ്ടാക്കുന്ന കേട്ടോ നല്ലത്, കാരണം നെയ്യൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ
തണുക്കുമ്പോൾ നെയ്യൊക്കെ അങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ നെയ്യ് ചേർത്തുകൊണ്ട് ചൂടോടെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഓരോരുത്തർ അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും കൂടെ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ശേഷം ഇനി ഉച്ചക്കത്തേക്കുള്ള കറികൾ വെക്കാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യം നമ്മുടെ പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ തന്നെ നട്ടു വളർത്തിയ പയറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെക്കുമ്പോൾ ഒരു സംതൃപ്തിയും ടേസ്റ്റൊക്കെ കൂടും കേട്ടോ, കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും. ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് ഇനി പയർ അരിയാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ പയർ അരിഞ്ഞ് കഴിഞ്ഞ് ആ ഒരു സമയം കൊണ്ട് വെള്ളം ചൂടാകും, അരിയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് ഓരോ ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ പയർ തോരൻ വെക്കാനായിട്ടാണ് വളരെ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. മീനൊക്കെ വെട്ടി കഴുകി ക്ലീൻ ചെയ്തെടുത്തു. ഇനി കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പം മീൻ കറിക്കുള്ള മസാല റെഡിയായി. പിന്നെ കുറച്ച് മീൻ പൊടിമീനുണ്ടായിരുന്നു, വറക്കാനായിട്ട് എടുത്തു. ഇത് വറക്കാനായിട്ട് മീൻ മസാലയായിട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പം പച്ചമാങ്ങയും ഒരു കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് തേങ്ങാപ്പാലിലാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. തേങ്ങയുടെ 2-ാം പാലും ചേർത്ത് കൊടുത്തു. ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പയർ തോരനും കൂടി റെഡിയാക്കുന്നുണ്ട്. അതിനും വെളിച്ചെണ്ണ, കടുക് ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ പയറും സവോളയും പച്ചമുളകും ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. വെന്തതിന് ശേഷമാണ് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മീനിൻ്റെ അരപ്പിന് വെച്ചത് അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു. പിന്നെ പയറും ഒന്ന് വാടി വന്നിട്ടുണ്ട്, അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. മീൻ വറുത്ത് റെഡി ആയിട്ടോ. പിന്നെ പയർ വാടി വന്നതിലേക്ക് കുറച്ച് പച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വേറെ മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായ പയറായതുകൊണ്ട്. ഇനി വഴുതനയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ടാണ്, ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. വഴുതനയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുവാണെങ്കിൽ വഴുതനയുടെ കറയൊക്കെ മാറി കിട്ടും കേട്ടോ, നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ വഴുതനയ്ക്ക് ഒരു കറയുണ്ടാവും. വഴുതനയും പയറൊന്നും കടയിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ, നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഉണ്ടായതാണ്. പറിക്കുന്ന വീഡിയോ കാണിച്ചില്ലേ, അതാണ്. മീൻകറി സെറ്റായി. അതിലേക്ക് 1-ാം പാലും പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കുന്നുണ്ട്. ഇനി വഴുതന ഒരു 5 മിനിറ്റ് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ചില സമയത്ത് ഞാനിത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുക. ഇതിപ്പം കഴുകിയ സമയത്ത് കുറേ സീഡൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സബോളയും 2-3 പച്ചമുളകെല്ലാം അരിഞ്ഞ് ചേർത്തു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച വഴുതനയും സബോളയും പച്ചമുളകും കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ചോറ് വെന്തത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അവിടെ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. അൽഫോൺസ മാങ്ങയില്ലേ, അതാണ്. അപ്പോൾ അതിൽ 1-2 പഴുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അങ്ങ് പഴുത്ത് കിട്ടിയിട്ടില്ല. ഇത് ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് നല്ല മാങ്ങയാണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി കിച്ചൺ ക്ലീൻ ആക്കാനാണ്. നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കിച്ചൻ്റെ അവസ്ഥ ഇതേപോലെയാണ്. കഴുകാനുള്ള പാത്രങ്ങളും പിന്നെ അരിഞ്ഞതും പെറുക്കിയതെല്ലാമായിട്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നത് കേട്ടോ. പിന്നെയാണ് ഇത് ക്ലീൻ ചെയ്തെടുത്ത് പഴയതുപോലെ ആക്കുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും.
കണ്ട ആട് നമ്മുടെ ആടല്ല കേട്ടോ, അയൽവക്കംകാരുടെയാണ്. ഇവിടെ പുല്ല് തിന്നാൻ വേണ്ടി കൊണ്ട് കെട്ടിയിരുന്നതാണ്. പിന്നെ തലേദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നന്നായിട്ട് കുതിർന്നാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചേന നടാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ചേന നടേണ്ട ടൈം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പയർ വിത്തൊക്കെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തപ്പം അതെല്ലാം നന്നായിട്ട് മുളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേന ഇതിന് മുൻപ് ഇവിടെ നട്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ നടാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ നിന്ന് മേടിച്ചതാണ്. 1 കിലോയ്ക്ക് 60 രൂപ അങ്ങനെ എങ്ങാണ്ട് കേട്ടോ വില. അപ്പോൾ ഈ ഒരു ചേന തന്നെ ഏകദേശം ഒരു 3-4 കിലോയുടെ അടുത്തുണ്ട്. അപ്പോൾ ഇത് 4ആയിട്ട് നടാമെന്നാണ് പറഞ്ഞത്. 3-4 മുളയുണ്ട്. ആ മുളയുടെ അനുസരിച്ച് ഒരു പീസായിട്ട് അങ്ങനെ നടാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് നട്ടിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഇത് ഇപ്പം നടുന്നത്. ചേന ഈ ഒരു കണക്കിന് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മുളയില്ലാത്തത് കുഴിച്ച് വെക്കുന്നുണ്ട്, മുളയുള്ളതും കുഴിച്ച് വെക്കുന്നുണ്ട്. ചിലപ്പം മുളയ്ക്കുമായിരിക്കും. ബാക്കി 3നും മുളയുണ്ട്, ഈ ഒരു ഒന്നിന് മാത്രം മുളയില്ല. എന്നാലും കുഴിച്ച് വെച്ച് നോക്കാം. ചാണകപ്പൊടി ഇട്ടിട്ടാണ് നടുന്നത്. അപ്പോൾ ഇതിന് മുൻപ് അതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ നട്ടിരുന്നതാണ് ഇതൊക്കെ കേട്ടോ. മൊത്തം 3-4 ചേന മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ 4 പീസാക്കിയിട്ട് നടുകയാണ്. അപ്പോൾ ഈ കൊണ്ടുവരുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ, ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ടിട്ടാണ് ചേന ഞാൻ നടുന്നത്. മണ്ണില്ലാതെ ചേന ചാക്കിനകത്ത് നടാം കേട്ടോ. കുറച്ച് ഇല വാരി തിക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മണ്ണില്ലാതെ ചാക്കിനകത്തും ചേന നടാൻ നന്നായിട്ട് കിട്ടുന്ന കേട്ടോ നട്ടവരൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു തടം പോലെ കൂട്ടിയിട്ട് ആദ്യം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആ ഒരു ചേന അങ്ങനെ റെഡിയാക്കി വെച്ചു കേട്ടോ, മറിഞ്ഞൊക്കെ പോകാത്ത രീതിയിൽ വെച്ചിട്ട്. പിന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ അതിൻ്റെ മുട്ടിച്ചിടുന്നില്ല, ചേനയിൽ മുട്ടിച്ചിടുന്നില്ല, സൈഡ് ഇങ്ങനെ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി മണ്ണും ചപ്പെല്ലാം വെച്ച് മൂടിയതിന് ശേഷം കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേന നടൽ കഴിഞ്ഞു, സിമ്പിളാണ് നടാനായിട്ട്. അപ്പോൾ ആ ഒരു മുളേൻ്റെ അവിടെ നിന്നാണല്ലോ കിഴങ്ങ് വരുന്നത്. അതുകൊണ്ട് നമുക്കിത് ഒരുപാട് ആഴത്തിൽ നടണ്ട, കുറച്ച് മണ്ണ് കൂന കൂട്ടിയിട്ട് അങ്ങനെ നട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ നട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ബാക്കിയുള്ളത് നട്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയും വിശേഷങ്ങളെല്ലാം.